നമസ്കാരം. ശിവകായസ്ഥ അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരീരത്തിന് പ്രകൃതിദത്തമായ ആഹാര പദാർത്ഥങ്ങൾ കഴിച്ച് നല്ല ആരോഗ്യം ഉണ്ടാക്കുക. കളരിപ്പയറ്റ് പരിശീലിക്കുന്നതിലൂടെ നല്ല ശാരീരിക വഴക്കവും ആരോഗ്യവും ലഭിക്കുന്നു. കളരിപ്പയറ്റ് അഭ്യസിക്കുന്നവർക്ക് നല്ല ആഹാരം അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടി വീട്ടിലിരുന്ന് വളരെ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ട് ഇവിടെ കാണിക്കുന്നു. ചക്കച്ചോറാണ് ചെയ്യുന്നത്. ചക്ക കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചക്കച്ചോറ് ഉണ്ടാക്കി കഴിക്കുന്നത് കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. നല്ല ഉന്മേഷം, ദഹനശേഷി, കളരി പയറ്റാൻ നല്ല സ്റ്റാമിന ലഭിക്കും. ഇതുമൂലം ധാരാളം ചുവടുകൾ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. ക്ഷീണം, തളർച്ച ഉണ്ടാവുകയുമില്ല. പുളിച്ചു തികട്ടൽ, ഗ്യാസ് ട്രബിൾ ഇവ ഉണ്ടാകില്ല. നല്ല മലശോധന ഉണ്ടാകുകയും ചെയ്യും. ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് കഴിച്ചാൽ ഷുഗർ ഒരു പരിധി വരെ കൂടാതെ നിൽക്കുന്നതാണ്. മൂത്ത ചക്കയ്ക്ക് ഷുഗറിനെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. നേരത്തെ പല പൊടികളിലും, അതായത് കുട്ടികളും മുതിർന്നവരുമെല്ലാം പാലിലിട്ട് കഴിക്കുന്നതിനെല്ലാം ചക്കപ്പൊടിയായിരുന്നു ഇതിൻ്റെ പ്രധാന ചേരുവ. നമ്മൾ കളരിക്കാർ വൈകിട്ട് 7:30 തന്നെ ഭക്ഷണം കഴിക്കാൻ പരമാവധി ശ്രമിക്കണം. കാരണം സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും ഉമിനീരിലുള്ള ആൽക്കലി കുറഞ്ഞു വരും. രാത്രി 7:30 ആകുമ്പോഴേക്കും അത് ആസിഡായി മാറും. പിന്നീട് കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ്സ് ദ്രവിക്കാതെ വരുന്നു. അങ്ങനെ ദഹനക്കേട്, ഗ്യാസ് ട്രബിൾ, പുളിച്ചു തികട്ടൽ, നെഞ്ചരിച്ചിൽ, മലബന്ധം ഇവ ഉണ്ടാകുന്നു. അതുകൊണ്ട് എല്ലാവരും ഇരുട്ടും മുമ്പേ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി ചക്കച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ചക്ക, മൂക്കാത്ത ഇടിയൻ ചക്ക, പിന്നെ അരി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പച്ചമുളക്, സവാള, ഉപ്പ്, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ. ആവശ്യത്തിനുള്ള വെള്ളം, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, അത്രയാണ് നമുക്ക് വേണ്ടത്. അതിന് ഓരോന്ന് എടുത്ത് കാണിക്കാം. ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലിട്ടു. ഇതിലിപ്പോൾ 1.5 നാഴി അരി ആണ് എടുക്കുന്നത്. അത് ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അരി കൂടാൻ പാടില്ല. ചക്ക കൂടിയാലും അരി കൂടാൻ പാടില്ല. അപ്പം അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. മട്ട അരിയാണ് എടുത്തുള്ളത്. ഏത് അരി വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം. ഇനി കറിവേപ്പില, കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചി, കുറച്ച് ഇഞ്ചി, പിന്നെ പച്ചമുളക്, പിന്നെ സവാള അരിഞ്ഞു വെച്ചത്, ഇനി മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് വേണ്ട, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് പാകം നോക്കിയിട്ട് ഇടണം, കൂടാണ്ട. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. എല്ലാം കൂടി മിക്സ് ചെയ്ത്
ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാതും കൂടെ. ചക്ക വലിയ കഷ്ണങ്ങളാക്കിയിട്ടിടുക. അത് നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് ഉടഞ്ഞു പോകും. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയും വെള്ളം ഒഴിച്ചു, ഇത്രയും സാധനങ്ങൾ ഇട്ടു. ഇനി അടുപ്പിൽ വെച്ച് കത്തിക്കണം. അടച്ച് വെച്ച് വേവിക്കാം. ഒരു 8-9 വിസിൽ വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ചക്കക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. 9 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി നല്ല വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കണം. ചക്കയും ചോറൊക്കെ നന്നായിട്ട് പാകമായിട്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചക്കച്ചോറ് റെഡിയായി. ഇങ്ങനെ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. നല്ല വിറ്റാമിൻ ഉള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായം പറയുക. ഓക്കെ.